ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അക്ഷരമുറ്റം സ്കൂൾ തലത്തിൽ ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സും GK ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളെ അതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം സെൻ റിവർ അഥവാ സെൻ നദിയാണ്. ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. അഷിക KP, വിഷ്ണു, പ്രണവ്, കൃതിക, ഋതിക, ജിഫ്ന ഷൈജു, പാർവണ TL, സായ, അഹാന, ദാർവിഷ്, അയാന എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ്? 2025 മാർച്ച് 30 നമ്മുടെ കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം: 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഹരിയാനയിൽ നിന്നുള്ള മനു ബാക്കറാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യത്തെ മെഡൽ നേടിയത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനു ബാക്കർ. മൂന്നാമത്തെ ചോദ്യം: അടുത്തിടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആസാമിലെ നിർമ്മിതി ഏതാണ്? അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആസാമിലെ നിർമ്മിതിയാണ് മൈദം ശവകുടീരങ്ങൾ. നാലാമത്തെ ചോദ്യം: അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് രാജ്യത്തിലാണ്? ലാവോസ് എന്ന് പറയുന്ന രാജ്യത്തിലാണ് അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യത്തെ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലാവോസ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ആഗസ്റ്റ് 23 ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാസിർ എക്സ് ഏത് രാജ്യത്തെ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്? വാരിസ് എക്സ് ഇന്ത്യയിലെ പ്രമുഖ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യ. ഏഴാമത്തെ ചോദ്യം: 2006 പാസാക്കിയ ശൈശവ വിവാഹ നിരോധന നിയമം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതി തന്നെയാണ് അങ്ങനെ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചത്. ഈ ഉത്തരവിട്ടത് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിവസം. അതായത് വേൾഡ് നാച്ചർ കൺസർവേഷൻ ഡേ ജൂലൈ 28 ആണ്. ഒൻപതാമത്തെ ചോദ്യം: 2024 ജൂലൈയിൽ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കരൻ അനാച്ഛാദനം ചെയ്തത്? ഉത്തരം മഹാത്മാഗാന്ധി. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മഹാത്മാഗാന്ധി. പത്താമത്തെ ചോദ്യം ഇതാണ്: കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച വെബ് പോർട്ടലിൻ്റെ പേരെന്താണ്? ഖോയ പായ എന്നാണ് ആ വെബ് പോർട്ടലിൻ്റെ പേര്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഖോയ പായ. 11ാമത്തെ ചോദ്യം: ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഈ സന്ദേശം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ സന്ദേശമാണിത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഇതാരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണിത്. 12ാമത്തെ ചോദ്യം: സുന്ദരികളും സുന്ദരന്മാരും, മിണ്ടാപ്പെണ്ണെ, ഉമ്മാച്ചു തുടങ്ങിയ വിഖ്യാത നോവലുകൾ എഴുതിയ സാഹിത്യകാരൻ ആരാണ്? സുന്ദരികളും സുന്ദരന്മാരും, മിണ്ടാപ്പെണ്ണ്, ഉമ്മാച്ചു തുടങ്ങിയ നോവലുകൾ എഴുതിയത് ഉറൂബാണ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉറൂബ്. 13ാമത്തെ ചോദ്യം: കുട്ടികളുടെ ദയാവധത്തിന് ആദ്യമായി നിയമസാധുത നൽകിയ രാജ്യം ഏതാണ്? ബെൽജിയമാണ് കുട്ടികളുടെ ദയാവധത്തിന് ആദ്യമായി നിയമസാധുത നൽകിയ രാജ്യം. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബെൽജിയം.
14-ാമത്തെ ചോദ്യം, മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു? നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11-ാമത്തെ പ്രസിഡന്റായിരുന്നു. 15-ാമത്തെ ചോദ്യം, കേരളം മലയാളികളുടെ മാതൃഭൂമി. ഈ പുസ്തകം എഴുതിയത് ആരാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാര്? EMSന്റെ പുസ്തകമാണിത്. അതായത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് EMS ആണ്. 16-ാമത്തെ ചോദ്യം, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ഈ കാവ്യവരികൾ രചിച്ചത് ആരാണ്? വളരെ പ്രശസ്തമായ വരികളാണിവ. ഈ വരികൾ കുമാരനാശാൻ്റേതാണ്. 16-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുമാരനാശാൻ. 17-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപഗ്രഹമാണല്ലോ ചന്ദ്രൻ. ഗാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗാനിമീഡ് എന്ന് പറയുന്നത് ഏത് പ്ലാനറ്റിൻ്റെ സാറ്റലൈറ്റ് ആണ്? വ്യാഴം അഥവാ ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റിൻ്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ് എന്ന് പറയുന്നത്. മറക്കരുത്, വ്യാഴത്തിൻ്റെ സാറ്റലൈറ്റ് ആണ് ഗാനിമീഡ്. 18-ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പിറക്കിയ ആദ്യത്തെ വിദേശ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പിറക്കിയ ആദ്യത്തെ വിദേശ രാജ്യം. 19-ാമത്തെ ചോദ്യം, പുസ്തകക്കളികൾ ആരുടെ രചനയാണ്? പുസ്തകക്കളികൾ ആരുടെ രചനയാണ്? പ്രൊഫസർ H. ശിവദാസിൻ്റെ കൃതിയാണ് പുസ്തകക്കളികൾ. 20-ാമത്തെ ചോദ്യം, കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ MB രാജേഷാണ്. മറക്കരുത്, MB രാജേഷാണ് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ. 21-ാമത്തെ ചോദ്യം, ISROയുടെ പൂർണ്ണ രൂപം എന്താണ്? ISROയുടെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണ രൂപം. മറക്കരുത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. 22-ാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീടിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണ്? തിരുവനന്തപുരം ജില്ലയിലെ ആ വീട്, അതായത് വയൽവാരം വീടിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ജനിച്ച വീടാണത്. 23-ാമത്തെ ചോദ്യം, അജന്ത, എല്ലോറ എന്നീ ചരിത്ര പ്രാധാന്യ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അജന്ത, എല്ലോറ എന്നീ ചരിത്ര പ്രാധാന്യമുള്ള ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. 24-ാമത്തെ ചോദ്യം ഇതാണ്, കാനേഷുമാരി എന്നാൽ എന്താണ്? കാനേഷുമാരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ചോദ്യം നമ്മുടെ ജനസംഖ്യാ ദിന ക്വിസിൽ ഉണ്ടായിരുന്നു. കാനേഷുമാരി എന്ന വാക്കിൻ്റെ അർത്ഥം ജനസംഖ്യാ കണക്കെടുപ്പ് എന്നാണ്. വീഡിയോയിലെ 25-ാമത്തെ ചോദ്യം, K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. 26-ാമത്തെ ചോദ്യം, KYC ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ KYC എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? നോ യുവർ കസ്റ്റമർ എന്നാണ് KYCയുടെ ഫുൾ ഫോം. KYCയുടെ ഫുൾ ഫോം എന്താണ്? നോ യുവർ കസ്റ്റമർ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ 27 ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങളെ അടുത്ത വീഡിയോയിൽ നമുക്ക് വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഒരു GK ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.